നമ്മൾ ഇന്ന് വേഗം തുടങ്ങാൻ പോവാണ്. കാരണം ഇന്ന് നമ്മുടെ പ്രേക്ഷകരെ കാത്ത് ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പാട്ടുകൾ മാത്രമല്ല, കുട്ടി പാട്ടുകാരും ഇങ്ങനെ സ്റ്റേജിൽ കയറാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഒത്തിരി വിശേഷങ്ങളാണ് അവർക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും നമ്മുടെ ജഡ്ജസിന്റെ അടുത്തും ഒക്കെ പറയാനുള്ളത്. പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് മുന്നേ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. സോ ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, നിത്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. നിത്യ ചേച്ചി, എന്തോ നമുക്ക് ഇവിടെ ഒരു അമ്കുട്ടിയുണ്ട്. അമ്കുട്ടി എന്നാ ഞങ്ങള് വിളിക്കുന്നേ. ദ്വിതിക്കുട്ടി എന്ന ശരിക്കും പേര്. അപ്പോ അമ്കുട്ടി എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചോദിച്ചാലും, എത്ര നീളൻ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനിപ്പോ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആൻസർ ആണെങ്കിലും പുള്ളിക്കാരത്തി ആയിരിക്കും, ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്, അത് മാത്രമേ പറയൂ. അതുകൊണ്ടാണ് നമ്മൾ അമ്കുട്ടി എന്ന് വിളിക്കുന്നത്. വന്ന സമയം തൊട്ടേ നമ്മൾ അമ്കുട്ടി എന്നാണ്. എനിക്കൊന്ന് MJ അങ്കിളാണോ ആ പേരിട്ടത്? എല്ലാരും കൂടെ ഇട്ട പേരാണെന്ന് തോന്നുന്നു അമ്കുട്ടി. ഇപ്പൊ പക്ഷെ അത് ഫേമസ് ആയി. ദ്വിതിക്കുട്ടി ഒന്നും ആർക്കും അറിഞ്ഞൂടെ, ഇപ്പൊ എല്ലാരും അമ്കുട്ടി എന്നാ വിളിക്കുക. അമ്കുട്ടി. യെസ്. അപ്പൊ നമ്മുടെ അമ്കുട്ടിയാണ് പാടാൻ എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അമ്കുട്ടി, ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഓ ഹായ്. എല്ലാരും ചെക്ക് ചെയ്യുന്നു. ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ, പൂക്കുറ്റിയൊക്കെ മര്യാദക്ക് വരുന്നുണ്ടോ? ഇന്ന് നല്ല ചിരിച്ച വരുന്നത്. എന്താന്നറിയാമോ, എന്നെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ആരാ അത്? എന്റെ സ്കൂളിലെ ടീച്ചർമാര് വന്നിട്ടുണ്ട്. ഹായ് ടീച്ചർമാരെ. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ടോപ്പ് സിംഗർ. ഹലോ, എല്ലാവർക്കും സ്വാഗതം. വളരെയധികം സന്തോഷം. നമ്മുടെ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മുടെയും സ്നേഹം അറിയിക്കുകയാണ് ഈ സമയത്ത്. ടീച്ചർമാരുടെ പേരൊന്ന് പറയോ? വിജിത്ത് എന്നാണ് എന്റെ പേര്. ഓക്കെ. 4ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. സാർ ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നത്? എല്ലാ വിഷയവും എല്ലാം പഠിപ്പിക്കണം. 4ാം ക്ലാസ്. ഓക്കെ ഓക്കെ. ചെറിയ ആള് ടീച്ചറാണോ? അല്ല, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാ കുഞ്ഞിന്റെ പേര്? സംഘമിത്ര. ടീച്ചറുടെ പേര്? ഞാൻ രനീത. ഓക്കെ. 2ാം ക്ലാസ്സിലെ ടീച്ചറാണ്, ദീദിയുടെ. ഓക്കെ ഓക്കെ. അടുത്ത ടീച്ചർ? എന്റെ പേര് ദീപ, ദീദിയുടെ ക്ലാസ് ടീച്ചറാണ്. ഓ, എങ്ങനെയുണ്ട് ദ്വിതിക്കുട്ടി? ക്ലാസ് ടീച്ചർ അടുത്ത് ചോദിക്കാം. ദ്യുതി ഇവിടുന്ന് കാണുന്ന ആളേ അല്ല, സ്കൂളിൽ സ്മാർട്ടാണ്. ഇപ്പൊ ഞങ്ങള് വന്നേ പിന്നെ നന്നായിട്ട് ഞങ്ങളായിട്ട് കളിയായിരുന്നു. ഇവിടുന്ന് കാണുന്ന ആളേ അല്ല. അവിടെ അവിടെ അമ്മ ആയെന്നല്ല, അവിടെ വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ പറയും. ആണോ? ശരി, പറയും. അങ്ങനെയല്ല. അടുത്ത ടീച്ചർ? എന്റെ പേര് രചന, ഞാൻ 1ാം ക്ലാസ്സിലെ ടീച്ചറായിരുന്നു. ഓക്കെ ഓക്കെ. എന്റെ പേര് സുചിത്ര, ഞാൻ പ്രീ പ്രൈമറി ടീച്ചറാണ്. ഓക്കെ. എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ദ്വിതിക്കുട്ടിയുടെ തുടക്കം തൊട്ടുള്ള ടീച്ചേഴ്സ്. അപ്പൊ ഇങ്ങനെയൊന്നും അല്ലാന്നാണല്ലോ ഞങ്ങള് കേട്ടത്. ഇതുപോലെ മിണ്ടാത്ത കുട്ടി അല്ലാന്നാണല്ലോ ഇവിടെ വന്നപ്പോ തുടങ്ങി. ആ നിത്യ ചേച്ചിനെ കണ്ടോ? ഹായ് അമ്കുട്ടി. ഹൗ ആർ യു? സുഖം. യു ആർ സുഖം. ഓക്കെ. ഇന്ന് എന്തൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണോ? ശരി, അത് കൊള്ളാലോ. അറിഞ്ഞില്ലല്ലോ. അതെ, അത് സർപ്രൈസ് ആയിരുന്നു നമുക്ക്. അച്ചടാ, ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദ്വിതിക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ദ്വിതിക്കുട്ട. ഹാപ്പി ബർത്ത്ഡേ ദ്വിതിക്കുട്ടി. ഹാപ്പി 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 ബർത്ത്ഡേ. താങ്ക് യു. അപ്പൊ ബർത്ത്ഡേ പാട്ട് ഏതാണ്? പൊട്ടു തൊട്ട പൊന്നുമണി. വിദ്യാജി ഹിറ്റ്സ് ആണ് അല്ലേ? ആ, പൊട്ടു തൊട്ട് പൊന്നുമണി. അത് അമ്കുട്ടിയല്ലേ? അതെ. മുത്തിനൊത്ത മുത്തുമണി, അത് അമ്കുട്ടിയല്ലേ? ആയിരിക്കും. കണ്ണുവച്ചൻ കണ്ണാടിയെ തൊട്ടൊഴിഞ്ഞു നോക്കാതടി. എന്തിനാ നോക്കുന്നത്? ആർക്കറിയാം? നന്നായിട്ട് പാടുവോ? ഡീറ്റെയിൽസ് പറയാമോ? ഫിലിം ആലീസ് ഇൻ വണ്ടർലാൻഡ്. മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാർ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. പാടിയത് യേശുദാസ് സാർ. വർഷം 2010. യെസ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ബർത്ത്ഡേ ഗേൾ, നന്നായിട്ട് പാടണേ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. താങ്ക് യു.
പൊന്നുമണി. വെരി ഗുഡ്, വെരി ഗുഡ്. ജിതിക്കുട്ടി, ബർത്ത്ഡേ ഗേൾ, നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. ഇത്ര കുഞ്ഞു പ്രായത്തിൽ കുറച്ചെടുത്ത പൊങ്ങാത്ത പാട്ടാണ് സത്യത്തിൽ. കാരണം ചെറിയ ചെറിയ സംഗതികൾ ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും പല ഭാഗങ്ങളും ദ്യുതിക്കുട്ടി നന്നായിട്ട് പാടി. യെസ്. ഫസ്റ്റ് പല്ലവിയിൽ നമ്മുടെ കണ്ണാടിയെ, അത് ഫസ്റ്റ് പല്ലവിയിൽ മാത്രം കുറച്ചൊന്ന് സ്ലിപ്പായി. പിന്നെ പല സ്ഥലങ്ങളിലും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാ? പൊട്ടു തൊട്ടു പൊന്നുമണി, മുത്തിനൊത്ത മഞ്ഞുമണി, കണ്ണു വെച്ചൻ കണ്ണാടിയേ. ആ യെസ്, ഇത് തന്നെ. അത് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു. ഫസ്റ്റ് പല്ലവിയിൽ മാത്രമാണ് അതൊരു പ്രശ്നം തോന്നിയത്. പിന്നെ രണ്ട് അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും സെക്കൻഡ് ഹാഫ് അത് നന്നായിരുന്നു കേട്ടോ. ആ പിന്നെ എനിക്ക് പ്രശ്നം തോന്നിയത് ആട്ടുതൊട്ടിൽ പാട്ടുകെട്ടി ആകാശങ്ങൾ പാടി. ആട്ടുതൊട്ടിൽ പാട്ടുകെട്ടി ആകാശങ്ങൾ തേടാം തേടാം. തേടാം. ആ അതെ, ആ സ്പീഡിൽ വരണം. അത് കിട്ടിയിട്ടില്ല ആ സമയത്ത്, ടേക്കിൻ്റെ സമയത്ത്. ഇപ്പോൾ പാടിപ്പിക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചരണത്തിൻ്റെ ആ ഭാഗം, കാക്കാം കുഞ്ഞാറ്റയെ കാക്കാം. പിന്നെ കാക്കാത്തി വന്നാലോ, അതെങ്ങനെയാ? കക്കുറുമ്പി കട്ടുറുമ്പായി കുഞ്ഞാവയെ കാക്കാം കാക്കാം.
ആക്കാം കക്കിരിയെ കട്ടെടുക്കാൻ. കാക്കാത്തി വന്നാലോ. ആ വന്നാലോയും ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും സൂപ്പറോ സൂപ്പർ. ബർത്ത്ഡേ ഗേൾ ബാക്കിയെല്ലാം കലക്കി മിടിക്കുകയാണ്. ഓക്കെ, അങ്കിളുടെ പൊന്നുമണി ആരാ? ഞാനായി ഞാനായിരിക്കും. ആയിരിക്കലാണ്. അങ്കിളുടെ മുത്തുമണി ആരാ? ഞാൻ ആ കുഞ്ഞുമണി ആരാ? ഞാൻ മഞ്ഞുമണി ആരാ? ഞാൻ കുട്ടിക്കുറുമ്പി ആരാ? ഞാൻ. ആ എല്ലാം ഞാൻ. നമ്മൾ അമ്മുക്കുട്ടിയെ കാണുമ്പോഴേ നമുക്ക് തോന്നും ശ്രദ്ധ ഇല്ല. അതെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാം ശ്രദ്ധിക്കും. എല്ലാം ശ്രദ്ധിക്കും. അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. ഓരോ സമയങ്ങളിലും ഒരുപാട് ഒബ്സർവേഷൻ ഉണ്ട്. ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ടാണ് ആ സംഗതി അങ്ങനെ പാടാൻ. അതെ അതെ അതെ, കറക്റ്റ്. ആ ഒബ്സർവേഷൻ ഈ കുഞ്ഞിൽ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ചില ഒബ്സർവേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛനാണ് ചില ബോഡി ലാംഗ്വേജിലൂടെ അവിടെ അറിയിക്കുന്നത്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരേ കമ്മ്യൂണിക്കേഷൻ ആണേ. അപ്പൊ അച്ഛൻ പറയുന്നു ഇങ്ങനെ കാണിക്കും, അപ്പൊ അറിയാം അമ്മുക്കുട്ടി ഇങ്ങനെ. ഓഹോ അങ്ങനെ. പക്ഷെ അമ്മുക്കുട്ടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ്. എന്തൊക്കെയാണ് ഈ അച്ഛൻ പറയുന്നത് പാടിക്കൊണ്ടിരിക്കുമ്പോ? ആ അവള് ചുമ്മാ തല്ല കേട്ടോ ഒരു ഐഡിയക്ക്. അച്ഛനോട് ചോദിക്കട്ടെ, അച്ഛൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? അതൊന്നും അറിയാനുള്ള ആകാംക്ഷ. പാട്ടിലൊരു കൊഞ്ചൽ വേണമെന്ന് ഞാൻ പറയായിരുന്നു. ഓക്കെ, അതാണ് പറഞ്ഞത്. കൊഞ്ചല് കിട്ടിയ എങ്ങനെയാ കാണിച്ചത്? പറഞ്ഞേ എങ്ങനെയാ? എനിക്ക് കാണിക്കാൻ പറ്റില്ല. അല്ല, എങ്ങനെയാണ് അത് ആംഗ്യത്തോടെ കാണിച്ചു കൊടുത്തെന്ന് ചോദിച്ചത്. ആ യെസ്, കൊഞ്ചൽ എങ്ങനെ? അങ്ങനെ ഓക്കെ ഓക്കെ. അമ്മുക്കുട്ടിക്കാണെങ്കിൽ ഒരു നാച്ചുറൽ കൊഞ്ചലുണ്ട് അല്ലേ? അത് പാടുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ. താങ്ക് യു. അങ്കിളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചില ഭാഗങ്ങള്. പാൽപ്പായസം തരാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോട്ട് ചേഞ്ച് ഉണ്ടേ. അതുപോലെ തന്നെ പഞ്ചാമൃതം തരാൻ, അത് പാൽപ്പായസം പോലെ പാടി കേട്ടോ. അതെ, ഒന്ന് പാടിക്കേപ്പിക്കാമോ? പഞ്ചാര കൊഞ്ചലിൻ പഞ്ചാര കൊഞ്ചലിൽ പാൽപ്പായസം തരാം. ആഹാ. പാവാട കുഞ്ഞിനായി പാവാട കുഞ്ഞിനായി പഞ്ചാമൃതം തരാം. ആഹാ. നീനീ. തിത്തോം. തിത്തോം തത്തേ തിത്തേ പാടിവാ. ആ, അതാണ് മധുമക്കൾ പറഞ്ഞ സെക്കൻഡ് ഹാഫ്. ഈ വയസ്സിലും ഇത്രയും കുറച്ച് അധികം ടഫാണ് ഈ പാട്ട്. നമുക്ക് കേൾക്കുമ്പോൾ എന്ത് രസമാണല്ലേ. കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത് പാടാൻ പറ്റുള്ളൂ. അവർക്ക് പോലും ചിലപ്പോൾ പാടാൻ പറ്റൂല. യെസ്. ഇപ്പൊ നേരത്തെ മധു പാടിയ ആ സംഗതിയൊക്കെ വീണു പോകും. അതെ അതെ അതെ. അത് സ്ലിപ്പ് ചെയ്യും. വളരെ ഈസിയാണ് സ്ലിപ്പ് ചെയ്യാനായിട്ട്. അത്തരത്തില് നമ്മുടെ മകൾക്ക് ആ അറ്റൻഷൻ ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് വലിയ വലിയ വഴികളുണ്ട് നമ്മുടെ കുഞ്ഞിന്. നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, കട്ടക്കുണ്ടേ. യെസ്. ഓക്കെ. നിത്യ ചേച്ചി, ദ്യുതിക്കുട്ടി, നമ്മുടെ പൊന്നുമണി, നമ്മുടെ ബർത്ത്ഡേ ഗേൾ, ടോപ്പ് സിംഗറിന്റെ വൈദ്യുതി. ഓ ഇന്ന് ഓ ആയി അല്ലേ? ഓക്കെ, മോള് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി കേട്ടോ. മോളുടെ പ്രായത്തിന് മോള് സൂപ്പറായിട്ട് പാടി. ആൻഡ് ചില ഭാഗങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു. ബർത്ത്ഡേ ഗേൾ തകർക്ക, അടിപൊളി. ടീച്ചേഴ്സിന് എന്ത് പറയുന്നു? മോളുടെ ഇന്നത്തെ പാട്ട് കേട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് പറയുന്നു? ഇഷ്ടപ്പെട്ടോ? നന്നായി ഇഷ്ടപ്പെട്ടു. നന്നായി ഇഷ്ടപ്പെട്ടു, അടിപൊളി. സംഘമിത്രക്കോ? സംഘമിത്ര പറയും. ഇഷ്ടായോ? ഇഷ്ടായി. സാറിന് വളരെ ഗംഭീരായി. വളരെ ഗംഭീരായി. ദ്യുതിക്കുട്ടി, എന്താ വേണം? ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇഷ്ടായി. ഓക്കെ, അപ്പൊ തുടർന്ന് ഇങ്ങനെ പഠിക്കുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാ കേട്ടോ. നമ്മളെല്ലാരും സന്തോഷിപ്പിക്കുക. നമ്മുടെ ദ്യുതിക്കുട്ടിയാണ് അല്ലേ? അല്ലേ? പറഞ്ഞേ. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോ അമ്മുക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 on 100. ഹാപ്പിയാണോ അമ്മുക്കുട്ടി? പക്ഷെ കുറച്ചുകൂടെ ഹാപ്പി ആവുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ടീച്ചേഴ്സ് അങ്ങനെ വെറുതെ അല്ല വന്നിരിക്കുന്നത്, ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നേ. വാങ്ങാം, നമുക്ക് എല്ലാ ടീച്ചർമാരെയും വിളിക്കാം. ഒന്ന് വായോന്ന് പറ. ഓ എന്റെ പൊന്നോ, അവര് ഭീഷണി. ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ നമുക്ക്?
ഇതെന്താ ഇത്ര വലിയൊരു ഗിഫ്റ്റ്? ഇത് കുട്ടി തുറന്നോ? അയ്യോടാ ദിദിക്കുട്ടിയുടെ ഫോട്ടോ. അയ്യോ താരത്ത് കൊള്ളാലോ. അയ്യടാ. ആരാ വരച്ചേ? ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ രക്ഷിതാവാണ്. ആണോ? ദിദിയുടെ ചിത്രകലാധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. എന്താ അദ്ദേഹത്തിന്റെ പേര്? രതീഷ് സൂര്യ. രതീഷ് സൂര്യ. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ. കറക്റ്റ്. നല്ല ജീവൻ തുടിക്കുന്ന പത്രം. താങ്ക് യു. അവിടെയും കുറെ ഗിഫ്റ്റ്. അവിടെ ക്ലാസ്സിലെ കുട്ടികൾ നിറച്ചും കൊടുത്ത ഗിഫ്റ്റ്. ഓ എനിക്ക് വയ്യ നിറച്ചു. ക്ലാസ്സിലെ കുട്ടികൾ കൊടുത്തു വിട്ടതാ. അതെ അതെ ഇവിടെ വരുന്നത് അറിഞ്ഞപ്പോ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ദ്വിതിക്കുട്ടി ഹാപ്പി ആണോ? ഹാപ്പിയാ? ഇഷ്ടപ്പെട്ടോ എല്ലാ സമ്മാനവും? പടം ഇഷ്ടപ്പെട്ടോ? അതെ അതെ. ആ ഓക്കെ. ഈ കൂട്ടുകാരോടത്തെ കാർഡോ ഇത് അടുത്ത ദിവസം പറയണേ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന്. ആ ശരി. അപ്പോൾ അമ്മുക്കുട്ടിയുടെ എല്ലാ ടീച്ചേഴ്സിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മുടെ കുഞ്ഞിന് നമ്മുടെ എല്ലാ സപ്പോർട്ടും എല്ലാ സമയത്തുണ്ട്. അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. എല്ലാ സപ്പോർട്ടും കൂടെ മോളെ റൈറ്റ് പാത്തിൽ തന്നെ നോക്കുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദ്വിതിക്കുട്ടി ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് തരാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചെലവ് ചെയ്യണ്ടേ ബർത്ത്ഡേക്ക്? എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണുവാലിട്ടെഴുതാൻ തത്ത വിരുന്നേകുവാൻ പിറന്നാൾ താങ്ക് യു. എന്റെ ചിത്തിരത്താമരത്തും ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. നിത്യ ചേച്ചി, എന്തോ? നമ്മുടെ ടോപ്പ് സിംഗറിലെ ആൾക്കാരെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. ഇനി പരിചയപ്പെടാൻ പറ്റിയ ഒരാളാ വരാൻ പോകുന്നത്. ഇവൻ പരിചയപ്പെടാൻ തുടങ്ങി അങ്ങ് നിൽക്കുകയില്ല, ഇങ്ങനെ വാദോരാതെ മിണ്ടിക്കൊണ്ടിരിക്കും. ഇവിടെ MJ അങ്കിളിന് സ്പെഷ്യൽ ആയിട്ട് ഒരു കുട്ടുമണി ഉണ്ട്. ആ എനിക്കറിയാം കുട്ടുമണി. ഷാർജക്കാരനല്ലേ? അതെ ഷാർജക്കാരനാണ്. ഷാർജ ടു ഷാർജ. യെസ്, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടുമണിയാണ് വരാൻ പോകുന്നത്. മാജിക്കൽ മെലഡി റൗണ്ടില് ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുട്ടുമണി കുട്ടൻ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ഹായ്. സ്ഥിരം ഉണ്ടാണല്ലോ ഇപ്പൊ. അതെ അതെ എന്റെ ഇപ്പൊ ഫേവറേറ്റ് ഉണ്ടായി വരികയാണ്. ആണോ? തനി കേരളീയനായി വരികയാണ്. ഹായ് ഹായ്. സുഖാണോടാ? സുഖം സുഖം. സുഖം. കുട്ടുമണി, എന്തോ നിത്യ പറയാണ് നീ ഷാർജ ഷേക്ക് ആണെന്ന്. ചാർജേഴ്സ്. ആ നിത്യ ചേച്ചി ആഫ്റ്റർ ലോങ് ടൈം. ഓ ഹായ്. കുടിക്കുന്ന ഷാർജ ഷേക്കിന്റെ കാര്യമാണോ? മുന്നേ കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്. എവിടെ? ദുബായിൽ വെച്ച് കുട്ടിയാർജെ കോൺടെസ്റ്റില് വിന്നർ ആയിരുന്നു ഞാൻ. അന്ന് നിത്യ ചേച്ചിയാണ് എനിക്ക് ക്യാഷ് പ്രൈസ് തന്നതും ഗോൾഡ് കോയിൻ ഇത് തന്നതും. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നിത്യ ചേച്ചി. അയ്യോ ആ കുട്ടുമണിയായിരുന്നത്. അയ്യോ മോന് നീളം വെച്ചല്ലോ. ആ അതൊരു 2 years ബാക്ക് ആയിരുന്നു. 2 years ബാക്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്നാലും കുട്ടുമണി ഒരിക്കൽ കൂടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. കുട്ടുമണി, എന്തോ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നന്നായിട്ട് പോന്നു. ഒരു കസവ് ഉണ്ടല്ലോ, കൊള്ളാലോ. ആ വെള്ളിക്കസവ്. വെള്ളിക്കസവ്. കുർത്തയിലെന്താ ഒരു ഡിസൈൻ? കുർത്തയില് ഒരു പൂവ്. അത് പൂവാണോ? അല്ലടാ. ഫ്ലവേഴ്സ് അതെ ആയതുകൊണ്ടായിരിക്കും. അതെ. ആ, കഴിഞ്ഞ okay. തവണ ഞാൻ ഫ്ലവേഴ്സ് പോലെ പൂവൊക്കെ അതെ. വെച്ചിട്ട് വന്നു. കൊള്ളാട്ടോ, നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതിനി മുണ്ട് മതിയും തോന്നുന്നു അല്ലേ? അതെ. എന്റെ അടുത്ത് ഒരു അമ്മൂമ്മ പറയാട്ടോ, ഞാൻ കുട്ടുമണിയുടെ പാട്ട് കേൾക്കാനാ ടോപ്പ് സിംഗർ വെക്കുന്നേ. കൊറേ പേര് പറയുന്നുണ്ട്. അതെ. പേര് പറയുന്നുണ്ട്. ആണല്ലേ? കുട്ടുമണി എന്ത് പറയാനാ എന്ത് ചെയ്യാനാ? എന്ത് പറയാനാ അല്ലേ? പറയാനല്ലേ. കുട്ടുമണിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? എനിക്കെന്നെ പറ്റി കുറച്ച് SP കേട്ടെ. ഞാനൊരു സ്വയം പൊങ്ങിയല്ല. അല്ല, നുണ പറയാറില്ല. നുണ പറയാറില്ല. ആ പഠിക്കും. ഇപ്പൊ തന്നെ 2 പറഞ്ഞു. പഠിക്കും. മൂന്നാമത്തെ പഠിക്കും. പഠിക്കും. ആ, അത് okay. സത്യമാ. അത് സത്യമാണ്. കണക്കില് 20-18 മാർക്കും കിട്ടി. അത് നല്ല മാർക്കാണല്ലോ. പിന്നെ പിന്നെ അത്രക്കുള്ളു. പാട്ടിനെ പറ്റി ഒന്നും പറയണില്ല. പാട്ടൊക്കെ ഒരു കണക്കാ. പാട്ട് എന്ന് വെച്ചാല് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടുമണിയുടെ തീം എന്താണ്? ഐ ആം കാം ബട്ട് ഐ ഹാവ് സെൽഫ് ഡിഫെൻസ്. യെസ്. Wow. ഓക്കെ. ഇതൊക്കെ ഒത്തിരി ഭയങ്കര കാര്യങ്ങളാണ്. ഇന്ന് സെൽഫ് ഡിഫെൻസിനുള്ള പാട്ട് ഏതാ? ഒരു ദലം മാത്രം. പ്രത്യേകിച്ച് ഞാൻ ഇത് ദിവ്യാന്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടുക. ആണോ? അതെന്താ അതിന്റെ കാരണം? അത് ദിവ്യാന്റിയുടെ ഫേവറേറ്റ് പാട്ടായോണ്ട്. ആര് പറഞ്ഞു ഫേവറേറ്റ് ആണെന്ന്? ഞാൻ ഫ്ലവേഴ്സിലെ ഒരു വീഡിയോ കണ്ടു. ഇങ്ങനെ വരട്ടെ. എന്റെ ബർത്ത്ഡേയുടെ അന്ന് അല്ലേ? അതെ. യെസ്. ആ പാട്ടാണ് ഇപ്പൊ ഇന്ന് പാടാൻ പോണത്.
ബാക്കി ഡീറ്റെയിൽസ്. മൂവി ജാലകം, ഇയർ 1987, മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് KJ യേശുദാസ് സാർ. വെരി ഗുഡ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ആഹാ വെരി ഗുഡ് വെരി ഗുഡ്. Thank you, sir. കുട്ടുമണി എന്തോ ഇങ്ങോട്ട് വരെ കുറെ കഥകൾ പറയാം.
ഇത് കടുക്കനാണത്. അത് ചന്ദ്രൻ കുറച്ചു നാളായിട്ടുണ്ട്. ഓ അമ്പിളി മാമനെ ഇട്ടേക്കാണ്. അമ്പിളിമാമന്റെ shape. ഓ അതാണ്. Okay. ഞാൻ വിചാരിച്ചു ജാതക പ്രകാരം ഇപ്പൊ ചന്ദ്രദശയാണ് അതിന്റെ. എനിക്ക് തോന്നുന്നു എനിക്ക് ചന്ദ്രദശയാണെന്ന് തോന്നുന്നു. ആണോ? അത് ശരി. ഞാൻ അമ്മയോട് ഈയിടെ ആസ്ട്രോളജിയെ പറ്റിയൊക്കെ ചോദിച്ചോ? അതും പഠിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തില്. എനിക്ക് ഈ ആസ്ട്രോളജി എന്ന് വെച്ചാൽ ശരിക്കും എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ പതുക്കെ അത് ഒന്ന് അന്വേഷിച്ചു തുടങ്ങി. അപ്പൊ അമ്മയോട് ചോദിച്ചു ഞാനിപ്പോ ഏത് ദശയിലാ, ഇതെന്തുവാ ചെയ്യാ? ഇതൊരു പ്രാരംഭ ദശ. കുട്ടുമണിയുടെ ജാതകം എനിക്കറിയാം. പറയട്ടെ? ചൊവ്വയും ചന്ദ്രനും കൂടെ ഒന്നിച്ചു നിന്ന് ചന്ദ്രമംഗള യോഗം എന്ന് പറഞ്ഞൊരു യോഗം തരുന്നുണ്ട് കേട്ടോ. ചോദിച്ചോണം കേട്ടോ. അതാണ് സംഭവം. അതുകൊണ്ടല്ലേ കുട്ടുമണി ആവണെന്ന്. എങ്ങനെയുണ്ട്? താങ്ക് യു. ജ്യോതിഷ സാമ്രാട്ട് MJ ചന്ദ്രൻ. ഞാനിങ്ങനെയൊക്കെ ആയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. കുട്ടുമണി എന്തോ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം എന്ന് പറയുന്നത് ആ ഹമ്മിങ് കഴിഞ്ഞിട്ട് ആ മേളില് ഗായൽ കൊണ്ട് നിർത്തിയില്ലേ, അത് സൂപ്പറായിരുന്നു. താങ്ക് യു സർ. അതിനേക്കാളും ഡിഫിക്കൽട്ടാണ് എവിടെ അത് കഴിഞ്ഞിട്ട് ഒരു തലം മാത്രം വിടന്നൊരു ചെമ്പനീ, ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് കുട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് തെളിയുക. താങ്ക് യു സർ. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരള കപോലങ്ങൾ നുള്ളി നോവിച്ചെന്നല്ല പറയുന്നത്, നോവിക്കാതെ തഴുകാതെ, തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. തഴുകാതെ അല്ലെ, നുള്ളി നോവിക്കാതെ, അങ്ങനെ ഒന്ന് പാടിത്തരാം. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കുഴപ്പമില്ല. തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി അതാണ് അത്. അങ്ങനെ തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്ന് വരുമ്പോഴാണ് എങ്ങനെയാണ് അതിന്റെ ഫീലിംഗ് കിട്ടുന്നത് അല്ലേ? വാട്ട് എ ഫീൽ, അതങ്ങനെ വരും കേട്ടോ. പിന്നെ ഓരോ വരയായി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വര പോലെ ആയല്ലോ. അവിടെ ബ്രത്ത് പോയി, അതൊന്ന് കറക്റ്റ് ആയിട്ട് പാടി കേൾപ്പിച്ചേ പറ്റൂ. എന്റെ അമ്മ കറക്റ്റ് ഒരൊറ്റ ബ്രത്തി പാടി. അതെ. ആ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടുമണി എന്തോ അന്ന് കണ്ടതിനെ കണ്ട കുറച്ചുകൂടെ നീളം വെച്ചു. ആണോ? ബിഗ് ബോയ് ആയി. 2 വയസ്സ് കൂടി. 2 വയസ്സ് കൂടി. എത്ര വയസ്സായി? 9 വയസ്സ്. എനിക്ക് 7 വയസ്സുണ്ടായിരുന്നുള്ളൂ. കുട്ടുമണി മാണി പോലെ നിസ്സാരമാക്കി പാടി. വളരെ നിസ്സാരം. മോന്റെ ഫീല്, അന്നും മോന് ഫീല് ഭയങ്കര. 2 വയസ്സ് കുറവാണെങ്കിൽ ആ സമയത്ത് വളരെ ഫീലോടെ പാടിയത്. ഞാൻ അവിടെ ഒരു പാട്ട് പാടി. അത് ഏത് പാട്ടായിരുന്നു പാടിയേ? അയ്യോ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, മറന്നുപോയി. കുറെ പാട്ടുകൾ പാടുന്നുണ്ടേ അല്ലെ? അതിന്റെ ഇടയ്ക്ക് എത്രയോ പാട്ടുകൾ പാടി അല്ലെ? അതെ ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ മോന് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും ഫീലോടെ പാടാൻ പറ്റുന്ന അതൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. താങ്ക് യു ചേച്ചി. മോൻ ആരെ പഠിപ്പിക്കുന്നേ? പാട്ട് ആരെ പഠിപ്പിക്കുന്നത്? ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇതിനു മുന്നേ രാമു സാർ എന്ന് പറയുന്ന ഒരു സാറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. ഷാർജയിലാണോ? ഷാർജയിൽ. അപ്പോ അവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ആയി പോയി. അപ്പൊ പിന്നെ നിർത്തി. അപ്പൊ പിന്നെ അല്ലാതെ തന്നെ അങ്ങ് പഠിച്ചു.
അച്ഛനും അമ്മയാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് അച്ഛൻ സാധാരണ. പാട്ട് പാടുമല്ലോ. അച്ഛൻ പാട്ട് ആ പാടും. അപ്പം ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടാ? പ്രത്യേകിച്ച് അമ്മ എനിക്ക് ആ ഓരോ നോട്ടും പ്ലാനും അതേപോലെ പറഞ്ഞ് വരപ്പിച്ച് തരും എനിക്ക്. ലൈക്ക് മെലോഡായിട്ടോ? ഓരോ ലൈനിലും ഇങ്ങനെ ഓരോന്ന് വരച്ചു അമ്മ വെക്കും. പാട്ട് പാടുവോ? ഇല്ല, അമ്മ പാടില്ല, പക്ഷെ അറിയാം കാര്യങ്ങളൊക്കെ. എല്ലാ കാര്യങ്ങളും അറിയാം, Okay. പക്ഷെ ഇപ്പൊ മനസ്സിലായി. പാടത്തില്ല. ഇപ്പൊ മനസ്സിലായില്ലേ അവനൊരു റൂട്ട് മാപ്പ് ഉണ്ടെന്ന്? അതെ. എന്റെ റൂട്ട് മാപ്പ് ആണ് അമ്മ. അതാണ് അമ്മയുടെ റൂട്ട് മാപ്പാണ് മകൻ. അത് കയ്യിൽ ഇത്രയും മോതിരവും എല്ലാം അടിപൊളി. ഈ മോതിരം എനിക്ക് മധുവങ്കളുടെ ഇൻസ്പിറേഷൻ ആണ്. ആണോ? ഏത് മോതിരം? ഈ മോതിരങ്ങളെല്ലാം മോതിരങ്ങളെല്ലാം വെരി ഗുഡ്. നല്ലതാണ്. ഒരു കയ്യില് 2 മോതിരം, Okay. വേറൊരു കയ്യില് 2 മോതിരം. ഇവിടെ തന്നെ എനിക്കൊരു പിൻഗാമിയെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത്രയും നാളായിട്ട് ആദ്യമായിട്ട്. ഇനി ഇങ്ങോട്ട് വന്നാട്ടെ. Okay. പോകുന്നതിന് മുമ്പ് ഇതും കൂടെ ഇരിക്കട്ടെ. Oh, thank you. ഓക്കെ. ഒരു 5 സ്റ്റാർ. മിസ്റ്റർ പാർത്ഥിവ്, എന്തോ പ്ലീസ് ബി സീറ്റഡ്. മിസ്റ്റർ പാർത്ഥിവ്, പ്ലീസ് ബി സീറ്റഡ്. പാർത്ഥിവ് കുട്ടാ, എന്തോ എനിക്കിന്ന് പാടിയത് വളരെ 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 ഇഷ്ടമായി. താങ്ക് യു സാർ. ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു സാർ. വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ ലിറിക്സ് എല്ലാം നന്നായിട്ട് പഠിച്ച് പാടുന്നുണ്ട്. താങ്ക് യു സാർ. ഇടയ്ക്ക് അങ്ങനെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടായില്ലേ? ഉണ്ടായി. അതൊക്കെ മാറി. ഞാൻ അന്നും പറഞ്ഞിരുന്നു ഐ വിൽ കം ബാക്ക്. Yeah, Oh, wow. അതാണ് പാർത്ഥിവ് കുട്ടൻ. അതാണ് വിൽ പവർ. യെസ്, അതെ. ആത്മവിശ്വാസം ഗുഡ് മോർണിംഗ്. അല്ലേ? ഗുഡ് മോർണിംഗ്. അന്ന് ഞാനില്ലായിരുന്നല്ലോ. ഇല്ല. അതായിരുന്നു കുഴപ്പം. ഞാൻ തിരിച്ചു വന്നു, ലിറിക്സ് അതെ. തിരിച്ചു വന്നു, അതെ. ഓർമ്മ തിരിച്ചു വന്നു. ശരിയാണ്. ശരിയാണ്. അതെ. അപ്പൊ എംജങ്ങള് പോകുമ്പോ കൂടെ ലിറിക്സും പോകും. അയ്യോ, ഞാൻ ലിറിക്സ് കൊണ്ടുപോകും. എന്റെ കയ്യിൽ എല്ലാ ലിറിക്സും എല്ലാ സാധനങ്ങളും ഉള്ള അലമാറയിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ടിലൊരു വരുമ്പോ എനിക്ക് 5 സ്റ്റാർ തന്ന പോലെ ഒരു ചാവി തരും. എന്നിട്ട് അത് തുറന്നിട്ട് ഞാൻ എല്ലാ ലിറിക്സും അകത്തെടുക്കും. അങ്ങനെയാണല്ലേ? അപ്പൊ Yes. എംജങ്ങളുടെ കൂടെ എപ്പോഴും വേണം. അപ്പൊ ഇപ്പോഴത്തെ ചാവി മാറ്റി 5 സ്റ്റാർ ആക്കി. ഇപ്പോഴത്തെ ചാവി ഇപ്പൊ 5 സ്റ്റാർ ആണ്. പുതിയ എന്തോ ഡിസൈൻ ചെയ്തെടുത്ത ചാവിയാന്ന് തോന്നുന്നു. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ. ആ, പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. Thank you, sir. പാടിയത് നല്ല ഫീല് കൊടുത്തു. ആകെ Thank എനിക്ക് you. കുറച്ച് ഫീല് കൊടുക്കണം എന്ന് തോന്നിയ സ്ഥലം എംജങ്ങൾ പറഞ്ഞ് പാടിപ്പിച്ചു. ആ. കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഉം. അത് ദിവ്യാൻറ്റി വന്നപ്പോ മധുവങ്കള് പാടിയില്ലേ? കഴുകാതെ എന്ന് പാടിയില്ലേ? അത് ദിവച്ചുള്ളതുകൊണ്ട് ആ, അത് ഓർമ്മയില്ലേ? ആ, അതാണ്. എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായി. മനസ്സിലായല്ലേ? എങ്ങനെ മനസ്സിലായി? ഭാര്യയുടെ പെർഫ്യൂമിന്റെ മണം സ്വന്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് മണത്ത് കണ്ടുപിടിച്ചു. അത് മാത്രല്ല, മധുവങ്കള് ആ ഓർക്കസ്ട്രക്കാരെ നോക്കിയപ്പോ സൈഡിൽ ഒരു ചുമന്ന അതെ, ഒരു ചുരിദാർ പോലത്തെ സാധനം. കറക്റ്റ്. ഒരു തലം മാത്രം, ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനിൽ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. തരണകപോലങ്ങൾ ഉള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനിൽ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. അനുപല്ലവി എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അതിൽ കൊടുത്തേക്കണ ഫീൽ എല്ലാം വളരെ Thank you, ഇഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് ഓരോ വരവായിൽ കുറച്ച് ശ്വാസം മുട്ടിപ്പോയി. അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഫസ്റ്റ് ടൈം കട്ടായി പോയി. അതൊക്കെയാണ്. അല്ലാണ്ട് ബാക്കിയെല്ലാം എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. Thank you, നല്ലൊരു Master. പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെയാണ് ഇന്ന് പാടിയത്. താങ്ക് യു. പിന്നെ പാട്ട് പാടുമ്പോൾ പാർത്ഥിവ് കുട്ടന്റെ കണ്ണിൽ അറിയാൻ പറ്റും ആ ശ്രദ്ധ. കണ്ണിങ്ങനെ പാട്ടിന്റെ ഉള്ളിലേക്ക്, അത് അഗാധതയിലേക്ക് പോകുന്ന പോലെയാ, പാട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ. ഇപ്പൊ കുട്ടനങ്ങള് എംജങ്ങൾ പാടിപ്പിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. കണ്ണ് ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി അങ്ങനെ ആ ഒരു നോട്ടിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു പോകുന്ന പോലെയാ. വെരി ഗുഡ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ആ മുണ്ട് കഴിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അത് വള്ളി വെച്ച് കിട്ടിയേക്കുന്ന സേഫ്, ആരും മേടിക്കണ്ട. ഞാൻ ദാ വരുന്നേ. ബായോ, നീ ഇല്ലാണ്ട് ഇവിടെ ഒരു സുഖമില്ലായിരുന്നു. വാ. അപ്പൊ കുട്ടുമണിക്കുട്ടന് ഇന്ന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 98.75 on 100. താങ്ക് യു സർ. അപ്പൊ കുട്ടുമണി, കൺഗ്രാറ്റ്സ്. ഇനി പോയി സമാധാനമായിട്ട് മുട്ടായി കഴിക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം 100 ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു. ബൈ ബൈ.
നിത്യ ചേച്ചി, എന്തോ നമുക്ക് കുറച്ച് എനർജി കൂട്ടിയാലോ? അതെ. നമ്മൾ കുറച്ച് മെലഡി പെർഫോമൻസുകളൊക്കെ കണ്ടു. ഇനി ഒരു ചിരി റൗണ്ടാ വരാൻ പോകുന്നത്. അതെ, ഇനി കുറച്ച് ചിരിക്കണ്ടേ? ചിരിക്കണം. നിത്യ ചേച്ചിയുടെ ചിരിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിരിപ്പിക്കുന്നത്. അറിഞ്ഞില്ല. ഞാൻ ഫാനാണ്. പക്ഷെ ശരി, മധുങ്ങൾ ഫാനല്ല. അതെ അതെ, കണ്ടല്ലോ. ഫാനല്ല. ഇത് പറഞ്ഞു പറയിപ്പിക്കണം. അല്ലല്ലോ, അവര് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതെ. അപ്പൊ നമുക്ക് ചിരിക്കാം. 3 പേര് ചിരിക്കാൻ റെഡിയല്ലേ? റെഡിയാണ്. നമ്മുടെ പ്രേക്ഷകരും റെഡിയാണെന്ന് എനിക്കറിയാം. ചിരിപ്പിക്കാനായിട്ട് എത്തുന്നത് ഒട്ടും ചിരിക്കാത്ത ഒരാളാണ് നമ്മുടെ കാസർഗോഡ്ന്ന് റുജ്വൽ കുട്ടൻ. വെൽക്കം. മധുങ്കളെ എന്തോ ആര്യ കുട്ടൂസ് കൊടുത്തു. ഉണ്ണിയങ്കളുടെ കൂടെ പ്രോഗ്രാമിന് പോയിരിക്കുക. ആര്യ കുട്ടൂസ് ഇല്ലെങ്കിൽ സാരില്ല, നിത്യ കുട്ടൂസും മതി. മതിയോ? അത് ശരി. ഈ വരണ ആൾക്കാരെ ആരായാലും കുഴപ്പമില്ലല്ലോ, വരണ ആൾക്കാര്. ഇപ്പൊ തന്നെ ആര്യക്ക് മെസ്സേജ് ചെയ്യണം. അതെ, ഇവിടെ കുട്ടൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റാൻഡ് വിട്ട് അങ്ങനെ പറഞ്ഞു. അല്ല, കുട്ടൂസും വേണം. പക്ഷെ കുട്ടൂസ് ഇല്ലെങ്കിൽ പിന്നെ എന്താക്കാനാ? കുട്ടൂസ് ഇല്ലെങ്കിലും സാരില്ല. നിത്യ ഉണ്ടല്ലോ, കുട്ടൂസ് ഉണ്ടല്ലോ. നിത്യ കുട്ടൂസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ റുജ്വലിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. റുജ്വൽ ദ ഉജ്വൽ. നീ ഉജ്വലൻ ഏത് പാട്ടാ പാടുന്നേ? വരുത്തനപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ. ആകാശത്തിലെ പറവകൾ പൊളിച്ചെടുക്കും അല്ലേ? ഇത് കണ്ടറിയാം. മോനെ കലക്കാൻ പോവാണ്. താങ്ക് യു. സൂപ്പറായിട്ട് പാടാൻ പോവാണ്. ഓക്കെ, ഓൺ ദ മാർക്കാണ്. റെഡിയാണോ? അത് പാടിയത് കലാഭവൻ മണി സാർ. മണിച്ചേട്ടന്റെ പാട്ട്. അതെ. ഉജ്വല എന്തോ കലക്കണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചാടിയ തങ്കമ്മേ, നിന്റെ പറക്കം പാച്ചലിനോട് കങ്കിത്തിയോടി തങ്കമ്മേ.
ഇന്നലെ നശിപ്പിച്ചോ പോട്ടെടോ. കൊള്ളാലം മിടുക്കനാണല്ലേ കാലക്കി. Thank you. സൂപ്പർ സൂപ്പർ. Chorus. അടിച്ച് പൊളിച്ച് അതെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. അതെ അതെ. അതെ. ഉജ്ജ്വലൂട്ടാ എന്തോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. താങ്ക് യു. നന്നായിട്ട് പാടുകയും ചെയ്തു, ആക്ഷൻ ഒക്കെ കാണിച്ച് നല്ല ഉഗ്ര സ്റ്റെപ്സ് ഒക്കെ ഇട്ടല്ലോ ഒന്ന്. താങ്ക് യു. എന്താ ഇങ്ങനെ അത്ര ധൈര്യം ഒന്നും സാധാരണ ഇങ്ങനെയൊന്നും ഇത്ര ഉണ്ടാവാറില്ലല്ലോ. അത് ഇവരപ്പുറം നിൽക്കുന്നുണ്ടോ? കോമഡി അടിപൊളി പാട്ടാണല്ലോ, അപ്പൊ ഡാൻസ് പിന്നെ അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ഒരു ധൈര്യം കൂടി കിട്ടിയില്ലേ? കുറച്ചും കൂടി ധൈര്യം കിട്ടി. ഒരു ത്രില്ലുണ്ടായി പാടാൻ. ആ ഒരു സന്തോഷം ഉണ്ടായി. Seniors ഒക്കെ. എനിക്ക് തോന്നിയത് അവര് കലക്കിയിട്ട് നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു. Thank you, sir. ആ ഇത് നല്ല മണിച്ചേട്ടനൊക്കെ സ്റ്റേജിൽ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാനും പാടിയിട്ടുണ്ട്. ഇതിൽ 2 പാട്ട് പാടിയിരുന്നു. മൂപ്പരുക്കൊരു കൊണ്ട് തുടങ്ങുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ തത്ത് പെണ്ണ് പാട്ട് പാട് അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു. അത് ഫീമെയിൽ വെർഷൻ ആക്കി മാറ്റി, പിന്നെ മെയിൽ വോയിസ് കളഞ്ഞു. അത് ചിത്ര ചേച്ചി പാടി, വേറൊരു പാട്ട് പാടി. അതാണ് മൂപ്പരുക്കൊരു. അപ്പൊ ഈ പാട്ട് എന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. എല്ലാവരും മിക്കവരും പാടിക്കൊണ്ടിരുന്നിരുന്ന സ്റ്റേജിലൊക്കെ പാടാറുണ്ട് ഈ പാട്ട്, നാടൻ പാട്ടുകാര്. പിന്നെ ഏത് ഗാനമേളയ്ക്ക് പോയാലും ചിലപ്പോൾ ഈ പാട്ടുണ്ടാവാറുണ്ട് മണിച്ചേട്ടന്റെ പാട്ടുകളുടെ കൂട്ടത്തില്. അപ്പൊ എന്തായാലും കലക്കി. ഇതിലിപ്പോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ട്യൂണൊന്നും ഇല്ലെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഏകദേശം ഒരു ട്യൂണാണെങ്കിലും നല്ല എനർജിയോടെ നല്ല ഉശിരോടെ പാടി. കറക്റ്റ് ആയിട്ട് പാടി. പിന്നെ ആ പഴനിയാണ്ടവന്റെ അവിടെ ഇത്തിരി ശ്വാസം കിട്ടാണ്ട് പോയെന്നേ ഉള്ളൂ അല്ലേ? അതൊന്നും കുഴപ്പമില്ല, കൂട്ടണ്ട. അതെ, അവിടെ അതൊരു മതിയെന്ന്. പക്ഷെ പാട്ടിന് യാതൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ശ്വാസം എടുത്തോന്നേ ഉള്ളൂ ഇടയില്, പാട്ടിന് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാര്യാക്കണ്ടാണ്. അതെ, അതൊന്നും ഒരു പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമില്ല. അപ്പൊ എന്തായാലും രുജുൽ കുട്ടൻ വന്ന പോലെയല്ലേ ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ എൻജോയ് ചെയ്ത് പാടാനൊക്കെ തുടങ്ങി. കാരണം കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇടാൻ തുടങ്ങിയല്ലോ. അപ്പൊ ആദ്യത്തെ ആ ചമ്മലൊക്കെ മാറി മിടുക്കനായി തുടങ്ങി. ആ ചേച്ചിമാർക്കൊക്കെ ഒരു താങ്ക്സ് പറഞ്ഞേക്ക്, കൂടെ ഒന്ന് പാടി സപ്പോർട്ട് ചെയ്ത് തന്നെ. ഇപ്പുറത്തും കൂടി. ആ ഓക്കെ, വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. റിച്വൽ കുട്ടാ, എന്തോ ഉജ്ജ്വലൻ കുട്ടനാ തങ്കപ്പനാണ്. പൊന്നപ്പനോ? തങ്കപ്പൻ. ഇന്ന് തങ്കമ്മയല്ല, തങ്കപ്പൻ. എല്ലാ സെന്റൻസും എൻഡ് ചെയ്യുന്ന തങ്കമ്മയെന്നായിരുന്നു അല്ലെ? എല്ലാ തങ്കമ്മയും വ്യത്യാസം ഉണ്ടായിരുന്നു പാടിയത്. എല്ലാ വരിയിലും തങ്കമ്മ, പിന്നെ അതിലൊക്കെ ചെറിയ ചെറിയൊരു സംഗതികൾ, അതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. കേൾക്കാനും രസമായിരുന്നു, കാണാനും രസമായിരുന്നു. കുറച്ച് ഐക്കോണിക് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അതെ, വെറും സ്റ്റെപ്സ് അല്ല, ഉഗ്രൻ സ്റ്റെപ്സ്. എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. സൂപ്പർ സൂപ്പർ പെർഫോമൻസ്. കോറസ് ടീമിനും ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു നിങ്ങൾ. അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് റിച്ചുൽ കുട്ടാ. എന്തോ പറന്നു പാടിക്കണം. പറന്നോ? അതാണ് കോൺഫിഡൻസ്. മിടുക്കനായിരുന്നു കേട്ടോ. നിനക്കൂടാ എന്തോ കലാഭവൻ മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കാണ് ഈ സമയത്ത്. എന്തൊരു കലാകാരനായിരുന്നു. ഇപ്പൊ ഇവിടെ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മണിച്ചേട്ടൻ ഓടി വന്ന് എടുത്ത് ഉമ്മച്ചനെ എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ ഒരുപാട് പാട്ടുകൾ എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. വള കിലുക്കണ കുഞ്ഞോളെ എന്ന് പറഞ്ഞ പാട്ട് ഇപ്പോഴും ഓർക്കുന്നത്. അതുപോലെ പല പാട്ടുകളും പാടിയിട്ടുണ്ട്. ഒരു 5-6 പാട്ടുകൾ പാടിയിട്ടുണ്ട്. വലിയ സ്നേഹം. അങ്കിളെ, ഞാൻ ഒരു വിശേഷം പറയട്ടെ. വിശേഷം പറയൂ. ഇന്നലെ നമ്മ ചോട്ടാനിക്കാരെ പോയിനി. അപ്പൊ ഒരു അമ്മമ്മ വന്നിനി. കുറച്ചു സമയം അവിടെ നിന്ന് എന്നിട്ട് പരിചയപ്പെട്ടു. ടോപ്പ് സിംഗറിൽ പാടുന്ന കുട്ടിയല്ലെന്ന് ചോദിച്ചു. ഞാനും പാർട്ടി പാടുണ്ടായിനി. എന്നിട്ട് നമ്മളോട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. പിന്നെ നമുക്കെല്ലാം ഒരു ഉമ്മയും തന്നു. എനിക്കൊരു ഹൈ കൊടുക്കാമോ? ഓ, ആ അമ്മൂമ്മയുടെ പേര് വരും ചോദിച്ചോ? ജയശ്രീ. ജയശ്രീ അമ്മൂമ്മേ പറഞ്ഞു ഹായ് എതിരാൻ. ഞങ്ങളെല്ലാരും ഹായ്. പിന്നെ എല്ലാവരും കൂടെ ഈ ഗ്രൂപ്പിലെ അത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വണ്ണസ് ആണ്. എല്ലാവരും ഒന്നാണ്. അത് ടോപ്പ് സിംഗറിന്റെ ബലമാണ്, ഏറ്റവും വലിയ ബലമാണ്. നിങ്ങൾ 4 പേരും എന്റെ കുഞ്ഞുമക്കളെ സൂപ്പർ ആയിരുന്നു. ഒത്തിരി സന്തോഷമായി. കാരണം നമ്മുടെ റിജ്വൽ കുട്ടനാണ്, ഇത്ര ഭയങ്കര ടാലന്റ് ആണ്. അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹം ഉണ്ടെങ്കിലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. മ്യൂസിക് മാത്രം പോരാ. അപ്പൊ ഇത് സ്നേഹ സംഗീത സംഗമം. മാർക്കറിയാടാ റിജ്വൽ കുട്ട. റിജ്വൽ കുട്ട എന്തോ അപ്പൊ ഇന്ന് ഉജ്ജ്വലമായി പാടി. നീ ഉജ്ജ്വലനാടാ, ഉജ്ജ്വലൻ. അപ്പൊ ഇങ്ങനെ പാടി റിജ്വൽ കുട്ടന് ഒരു മധുരമഴയിൽ കുറഞ്ഞതൊന്നുമല്ല 100 out of 100. കൂടെ പാടിയ നമ്മുടെ കോറസ് ടീമിനും 100 out of 100. ഒരു മധുരമഴ. ഞാൻ
വെൽക്കം. ഉജ്വൽ കുട്ടാ ഒന്ന് ചിരിക്കൂ, ചിരിക്കൂ, പല്ല് കാണട്ടെ. ഞാൻ ഈ കാണുന്ന നക്ഷത്രങ്ങളോ? മുത്തായിരുന്നു. ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനിയും അനേകം നക്ഷത്ര തിളക്കം ഉണ്ടാകട്ടെ ആ പല്ലുകൾ. ഇതിലോട്ട് ഇട്ടോ, മുട്ടായി ആദ്യം ഇട്ടോട്ടെ. മെഡിക്കനായിട്ട് പാടി, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. വില്ലി വൈറ്റ് ഉപയോഗിക്കൂ, പല്ല് തേക്കൂ. വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഹാപ്പി അല്ലേടാ? നീ എന്തെങ്കിലും മുട്ടായി നോക്കുന്നുണ്ടോ? മുട്ടായി എടുക്കാം, ഫ്രണ്ട്സിനും കൂടി കൊടുക്കാം. ഓ, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ. ഇതിലില്ലേ ഇത് പോരേന്റെ അളിയാ. ആർക്കാ? ഇതൊക്കെ പോരേന്റെ അളിയാ. സാമിന്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. MJ അങ്കിൾ, നമ്മുടെ എനർജി കൊണ്ടുവരുന്ന റൗണ്ട് വന്നിരിക്കുന്നു. ചിരി റൗണ്ടാണ് അടുത്തത് വരാൻ പോകുന്നത്. അതില് എല്ലാരെയും ചിരിപ്പിക്കുവാണോന്ന് എനിക്കറിയില്ല, പക്ഷെ സന്തോഷം കൊണ്ട് നമുക്ക് എന്തായാലും ചിരി വരും. അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസുമായിട്ട് നമ്മുടെ ദിയക്കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഫുൾ പവർ പാക്ഡ് ആയിട്ടാ വന്നിരിക്കുന്നത്. ഉടുപ്പൊക്കെ കണ്ടോ? നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലെയല്ല. എന്താണ് ഡാൻസ് അല്ലേ? കൂച്ചിപ്പിടിയാ? അല്ല, ക്ലാസിക്കൽ ഡാൻസ്. അത് കോച്ചിപ്പിടിക്കുക. ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് അതും ക്ലാസിക്കൽ കേരളത്തിന്റെ ഡാൻസ് ഫോം. ഭരതനാട്യം തമിഴ്നാടു, കൂടിയാട്ടം കേരള. കേരള ചാക്യാർകൂത്ത്. പ്രാചീന കലകളെ പറ്റിയാണോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്? ക്ലാസ്സാ. അപ്പൊ പാടാനും ആടാനും കൂടിയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ്? കുസുമവദനം. വെറുതെ അല്ല ഈ വേഷം. മനസ്സിലായി. പാട്ടാ? MJ അങ്കിളുടെ ബാക്കി ഡീറ്റെയിൽസ്. ഫിലിം മധുചന്ദ്രലേഖ, വർഷം 2006, പാടിയത് സരസ്വതി ശങ്കർ മാം, പിന്നെ ചിത്ര അയ്യർ മാം, കാവാലം ശ്രീകുമാർ സാർ, പിന്നെ ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട്. പ്രത്യേകിച്ചും രാജസേനൻ ചേട്ടൻ, ഡയറക്ടർ, എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലാം എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. 8 സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പാട്ട് കമ്പോസ് ചെയ്ത ഗിരീഷ് ഏട്ടൻ്റെ കൂടെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ നോക്കുമ്പോഴേ ഇതിൽ ലിറിക്സിൽ വന്നിരിക്കുന്നത് കുട്ടുമണി കുട്ടാന്ന്. അതെ, എങ്ങനെയോ ആണ് കുട്ടുമണി കുട്ടാന്ന് വന്നത്. അപ്പം അത് ചൂണ്ടിക്കാണിക്കായിരുന്നു. ഇതിൽ നിന്നാണോ കുട്ടൻചേട്ടന് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതിനകത്ത് കുട്ടുമണി കുട്ടാനുണ്ട്. ഞാനും ഓർത്തായിരുന്നു. നമുക്ക് ഒരുമിച്ച് ഓർക്കാം അല്ലേ? അപ്പം സൂപ്പർ ആകട്ടെ. അതെ, പൊളിക്ക. కుసుమవదనమో
കാലത്തെഴുന്നേറ്റ് കിച്ചണിലെത്തുമ്പോൾ കാപ്പിയും കോൺഫ്ലെക്സും നിന്റെ ബ്രേക്ക്ഫാസ്റ്റായി ഞാൻ എന്നും കൊണ്ടുതരാലോ. ട്യൂഷനില വെച്ച് തുമ്പപ്പൂ ചോറിട്ട് സാമ്പാറും ചമ്മന്തിയും നിന്നെ മാമൂട്ടാം താരാട്ടാം തങ്കക്കുടമല്ലേ. നിന്നെ ബെൻസിലേറ്റി ഞാൻ എന്നും കൊണ്ടുപോയിടാം. എന്റെ കരളെ നിന്റെ കവിളിൽ ഒരു കുങ്കുമപ്പൂമുട്ട്. ബൊമ്പം ബൊമ്പം സിറ്റി ഫിസുള്ളൊരു ഹാൻസം കയ്യടാ. സിറ്റി ഫിസുള്ളൊരു ഹാൻസം കയ്യടാ. ഔ ചോപ്പി ചിക്കില്ലാച്ചി കയ്യടാ. ഓ കുസുമവദന മോഹ സുന്ദര എന്ന ലളിത ഗാന വല്ലഭ. കൊലുസിനലസ നടനമേ മയിലിനൊത്തൊരഴകിയേ നയന പ്രണയ തൂതു പോയ രാഗാന്തമേ. കുസുമവദന സിറ്റി ഫിസുള്ളൊരു കുസുമവദന സിറ്റി ക്യൂട്ടി മോഹ സുന്ദര ചോപ്പി ചിക്കി സുന്ദര. Get out! എന്നെ നിക്കണ പോണ. സൂപ്പർ കലക്കി. ശ്രീകുട്ടി, എന്തോ this is out of the world. My God. ഈ ലോകത്തൊന്നും ഇല്ലാത്തവരങ്ങ് പാടിക്കണം. ഇത് 3 in 1 ആണ് മിനുട്ടാ. അതെ. 3 പേര് ഒരാളിൽ ആവേശിച്ചാൽ ഓ എന്ത് സംഭവിക്കും? അതാണ് ഇപ്പൊ കണ്ടത്. കുസുമവദന മോഹ സുന്ദര മദന ലളിത ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുമോ? വല്ലഭ. ഓ കുസുമവദന മോഹ സുന്ദര. My God, unbelievable. 3 പേരുടെ ആത്മാവാണ് ബാധിച്ചത്. പുതിയ എനർജികൾ കണ്ടെത്തി, പുതിയ തലങ്ങൾ തേടി, പറന്ന് പറന്ന് എവിടെയോ പോയി, നമ്മളെയൊക്കെ പറത്തിക്കൊണ്ട് പോയി. നമ്മളിവിടെ ഇല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിറ്റി ഫിസുള്ളൊരു ഹാൻസം കയ്യടാ. സിറ്റി ഫിസുള്ളൊരു ഹാൻസം കയ്യടാ. ഔ ചോപ്പി ചിക്കില്ലാച്ചി കയ്യടാ. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പാടാൻ പറ്റുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പാട്ട് കമ്പോസ് ചെയ്ത ആളാണല്ലോ ഞാൻ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് മാത്രമല്ല, അതിലൊരു മെയിൽ വോയിസ് ഉണ്ട്, ഫീമെയിൽ വോയിസസ് 2 രജിസ്റ്ററിലാണ് പാടുന്നത്. ഇത് തമ്മിലുള്ള ഷിഫ്റ്റ് തന്നെ തണഞ്ഞിത്തണം പാട്ടുപാടുന്നോരൻ കുട്ടുമണിക്കുട്ട. നിന്റെ പെണ്ണായും കണ്ണായും ഇന്നും ഞാനില്ലേ. മൈക്കെടുത്ത മരമോടുന്ന നേരത്ത് മൈക്കൽ ജാക്സണല്ലേ. പണിയാണ്. പാട്ടായും കൂട്ടായും കൂടിഞ്ഞ. പിന്നെ ഏറ്റവും അവസാനത്തെ പല്ലയിൽ വരുമ്പോഴത്തേക്കും ആ രജിസ്റ്റേഴ്സിന്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇൻ സെക്കൻഡ് സംഭവിക്കണം. ചിന്തിക്കാൻ സമയമില്ല. ഒരു മിന്നൽ വേഗത്തിൽ അത് സംഭവിക്കണം. അത് മിന്നലായി തന്നെ ഇവിടെ വന്ന് അതിന്റെ കൂടെ അവസാനം എന്താ ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതാ ഞാൻ നിക്കണ പോണാന്ന് വെച്ചത്. ഇത്രയും വർഷത്തില് 30 വർഷമായി ആസ് മ്യൂസിക് കമ്പോസർ. അല്ലാതെ റിയാലിറ്റി ഷോ ആദ്യത്തെ ഐഡിയ സ്റ്റാർ സിംഗർ ആദ്യം തുടങ്ങുന്നത് ഞാനാണ് തീർച്ചയായിട്ടും. അത് തൊട്ട് ഇതുവരെയുള്ള ഇത്രയും യാത്രയിൽ ഇത്രയധികം മാഗ്നിഫിസന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഞാൻ വളരെ ചുരുക്കത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. This is one of the best. ട്യൂഷനില വെച്ച് തുമ്പപ്പൂ ചോറിട്ട് സാമ്പാറും ചമ്മന്തിയും നിന്നെ മാമൂട്ടാം താരാട്ടാം തങ്കക്കുടമല്ലേ. ഇത് മാർക്ക് എന്ന് പറയുന്നത് 100 ഉള്ളൂ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒരു 1000 തന്നാലോ? നമുക്കൊരു പരിമിതിയായി പോയി. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയധികം ഒരു ടാലന്റ്, മൾട്ടി ഫേസഡ് ടാലന്റ് ആണ് മ്യൂസിക്കലി. അതാണ് പറയുന്നത്. പല ജനുസുകൾ ഒന്നിച്ചു വന്നിട്ടും അതൊക്കെ ഒരു കർണാട്ടിക് ക്ലാസിക്കൽ സ്റ്റൈലുണ്ട്, കുറച്ചൊരു വെസ്റ്റേണിഷ് സ്റ്റൈലുണ്ട്. അതേസമയം എൻ്റെ പ്രിയപ്പെട്ട കാവാലം ശ്രീമാറേട്ടൻ പാടിയ കുറേ ലൈൻസ് ഉണ്ട്. ഇതെല്ലാം ഒരാൾ തന്നെ പാടിക്കൊണ്ട് ആ പാട്ടിനെ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു ശൃംഗത്തിൽ, ഒരു അതിൻ്റെ എവറസ്റ്റിലൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കൂലേ, കൊടി വയ്ക്കൂലേ, അതുപോലെ കൊണ്ടുവച്ചു. അത് മാത്രമല്ല, ഇവിടെ പ്രൗഡ് പേരൻസ് ആണ് ഇവിടെ. അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ നമസ്കാരമുണ്ട്. കാരണം
കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ അതിന് അച്ഛനും അമ്മയുമാണ് അതിന് കാരണമാവുന്നത്. അവരുടെ സപ്പോർട്ടാണ്. യുനോ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കുഞ്ഞിന്റെ ഓരോ പെർഫോമൻസിലും നമ്മൾ തികച്ചും അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും ഒരു ഉഗ്രൻ കൈയടി കൊടുക്കും. ദിയാക്കുട്ടി, എന്തോ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മാം. കിടു എന്ന് പറഞ്ഞാൽ കിടു അടിപൊളിയായിരുന്നു. മോളുടെ ഡ്രസ്സിങ് ആണെങ്കിലും മോളുടെ ഇടയ്ക്ക് ബീജിയും സ്റ്റെപ്സും ഭയങ്കര രസമായിരുന്നു. വെരി ഗ്രേസ്ഫുൾ ആയിരുന്നു. താങ്ക് യു. പിന്നെ പാടിയത് എനിക്ക് തോന്നുന്നു MJ സാർ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല 3 പേര് പാടിയ പാട്ട് ഒരൊറ്റയ്ക്ക് ഒരു കുട്ടി ഇത്രയും തകർത്ത് പാടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അല്ലേ അല്ലേ സാർ? ഇത് ബ്രെത്ത്ലെസ് ആവൂലേ? അതെ, breathless ആ. അതും ആ ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് അതും വെരി പെട്ടെന്ന് സമയവും ഇല്ല. ആൻഡ് ലോങ് ലൈൻസും ആണ്. പക്ഷെ മോള് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. മോൾക്ക് എവിടെ ശ്വാസം എടുക്കണം, എവിടെ അടുത്ത ലൈൻ എങ്ങനെ പാടണം, ഫുൾ തറോലി പ്ലാൻഡ്. നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് മോള്. അത് അറിയാനുണ്ട്. കുറച്ച് ദിയാക്കുട്ടിയുടെ വേറെ പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉഗ്രനായിരുന്നു. പക്ഷെ ഇത് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഒരുപാട് വേറെ ലെവലിലെത്തി. കിടുക്കാച്ചി പെർഫോമൻസ്. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ തന്നെ ഇത്ര ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഞാനിനി എന്തു പറയാനാ? കമ്പോസർ തന്നെ പറഞ്ഞില്ലേ, ഇനി അതിക്കുള്ളിന് എന്താ, അതിലപ്പുറത്തേക്ക് ഇനി വേറെ ഇല്ല. അത്രയ്ക്കും ഗംഭീരമായിട്ട് പാടി. ഇതിൽ ഏതാ ഒറിജിനൽ വോയിസ്? അതാണ് ഒറിജിനൽ വോയിസ്. ബാക്കിയൊക്കെ മിമിക് ചെയ്തതാണ് അല്ലേ? കൊള്ളാം, അടിപൊളി. അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ശബ്ദം മാറ്റി പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതുവരെയുള്ള പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ ദിയയുടെ. ഇന്ന് 3 സമ്മാനങ്ങൾ തരാനുണ്ട്. ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ. ഒന്ന് ഓഫ് കോഴ്സ് മാർക്കാണ്. പിന്നെ ആ മാർക്ക് എവിടെ എത്തുന്നോ അതിൽ മധുരമഴയുണ്ടെങ്കിൽ അതാണ്. അത് കഴിഞ്ഞാൽ അതിമധുരതരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. റെഡിയാണോ? റെഡി. അപ്പൊ ഇന്ന് ദിയക്കുട്ടിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 500 out of 100. സ്പെഷ്യൽ മാർക്കായിരുന്നു. സ്പെഷ്യൽ മാർക്ക്. അതെ, എങ്ങനെയുണ്ട് നിത്യ? നല്ലൊരു മാർക്ക്. അല്ല, 100 ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അതെ, പോരണ്ടങ്ങനെ ഒരു മധുരമഴ. താങ്ക് യു. നിന്നെ മാമോട്ടാം താരാട്ടാം തങ്കക്കുടമല്ലേ നിന്നെ ബെൻസിലേറ്റി ഞാൻ എന്നും കൊണ്ടു. അപ്പൊ 2 സമ്മാനങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തേത് വരപ്പം. ബം 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 സിറ്റിഫിസുള്ളൊരു ഹാൻസം കയ്യടാ. സിറ്റിഫിസുള്ളൊരു ഹാൻസം കയ്യടാ. ഔ ചോപ്പി ചിക്കില്ലാച്ചി കയ്യടാ. ഓ കുസുമവദന മോഹ സുന്ദര എന്ന ലളിത ഗാന വല്ലഭ. കൊലുസിനലസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളന പ്രണയ തൂതു പോയ രാഗാന്തമേ. കുസുമവദന സിറ്റിഫിസുള്ളൊരു കുസുമവദന സിറ്റി ക്യൂട്ടി മോഹ സുന്ദര ചോപ്പി ചിക്കി സുന്ദര. Get out! ദിയോടി, എന്തോ എങ്ങനെയുണ്ട് സർപ്രൈസ്? നല്ല സർപ്രൈസ് ആയിരുന്നു. വേറൊരു ലോകമല്ലേ? അല്ലെ, വെളിച്ചങ്ങളുടെ ലോകമാണ്. അതുപോലൊരു ലോകമാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ഈ സമ്മാനം. ഓക്കെ, ഞങ്ങൾ എല്ലാരും ഒത്തിരി എൻജോയ് ചെയ്തു. ഇനി മുട്ടായി പറക്കിക്കോ. നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ദിയക്കുട്ടിയാണ്. അത് കൊടുക്കാനായിട്ട് MJ അങ്കിളിനെ വിളിക്കാം. വെൽക്കം. യെസ് ദിയക്കുട്ടി, രാവിലെ പല്ല് കഴിക്കണം. ഇത് വെച്ചോ, രാവിലെ പല്ല് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ പ്രാക്ടീസ്. ഓക്കെ, ഇനി ഉച്ചയ്ക്ക് പല്ല് തേക്കണ്ട, അതുകൊണ്ട് അരമണിക്കൂർ പ്രാക്ടീസ് അപ്പോഴും. പിന്നെ രാത്രി പല്ല് തേക്കുന്നതിന് മുമ്പേ 30 മിനിറ്റ് പ്രാക്ടീസ്. അപ്പൊ എത്ര നേരമായി? 1.5 മണിക്കൂർ ദിവസവും പ്രാക്ടീസ് ആയി. എന്നിട്ട് രാത്രി പിന്നെ പല്ല് തേക്കുക, പിന്നെ കിടക്കുക. അപ്പൊ 2 നേരം പല്ല് തേക്കുക. ഓക്കെ, അതിനാണ് ഇത് തന്നിരിക്കുന്നത്. സാരാംശം. ഓക്കെ, അപ്പൊ ദിയക്കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ ഇത്രയും സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു.